3 നേരം കഴിക്കാനുള്ള ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. വണ്ടിയിലിരുന്ന് കഴിക്കാൻ പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, ബ്രെഡ് റോസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. കാറ്റ് വന്നു കള്ളനെ പോലെ. ആ ചില്ലും താഴ്ത്താമോ? എന്തിനാ? 3 ജീവൻ രക്ഷപ്പെടുത്താനായിരുന്നു. നമുക്ക് എന്താ വേണ്ടേ? എനിക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന എന്തെങ്കിലും മതി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്തെങ്കിലും മതി. നമുക്ക് ഇഷ്ടമുള്ളത് പറ, അത് ഓർഡർ ചെയ്യാം. എനിക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന എന്തെങ്കിലും മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. ശരി. ഷവർമ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഷവർമയും കൂർമയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വല്ല മസാല ദോശയോ വല്ല നെയ് റോസ്റ്റോ അതെല്ലാം മതി എനിക്ക്. അപ്പൊ നമുക്ക് ഇനി ഇന്റർനാഷണൽ പിടിച്ചാലോ? ഈ മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ മടുത്തു. പപ്പ നമുക്ക് പോയാലോ? പിന്നെ ഇന്റർനാഷണൽ ഒന്നും പോരാഞ്ഞിട്ടാ. എത്ര പൈസയാവുന്ന് വിചാരിച്ചിട്ടാ? വിഷമിച്ചിരിക്കേണ്ട കാര്യം സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുമായിരുന്നു. ഇനി പറയാം. നമ്മൾ അടുത്ത മാസം 22-ന് വിയറ്റ്നാം പോവാണ്. മനുഷ്യ, നിങ്ങൾ ഇതൊക്കെ ഒപ്പിച്ചു? ഇതാണോ നിങ്ങൾ എന്റെ പിള്ളേരുടെയും പാസ്പോർട്ട് എവിടെ ഇരിക്കണെന്ന് ചോദിച്ചേ? ഒത്തിരി ക്യാഷ് ആവില്ലേ? ഒത്തിരി ക്യാഷ് ഒന്നും ആയില്ല അടി. ഒപ്പേറ ഹോളിഡേയ്സ് ആണ് ഈ പാക്കേജ് മൊത്തം റെഡിയാക്കി തന്നത്. അവരുടെയാണ് ഈ കമ്പാരിറ്റീവ്ലി ഏറ്റവും പ്രൈസ് കുറവും നല്ല ക്വാളിറ്റി സർവീസും. കംപ്ലീറ്റ് കാര്യങ്ങൾ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, 4-സ്റ്റാർ ഹോട്ടലിലെ അക്കോമഡേഷൻ, 3 നേരത്തെ ഫുഡ്, എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കുള്ള എൻട്രി ടിക്കറ്റ്സ്. നമ്മളായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നവംബർ 22-നാണ് അവരുടെ വിയറ്റ്നാം പാക്കേജ് വരുന്നത്. അതാ ഇപ്പം ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അതല്ലാണ്ട് വേറെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എത്ര ദിവസത്തെ ട്രിപ്പാ? അത് 3 നൈറ്റ്സും 4 ഡേയ്സും. പക്ഷെ എന്നാലും ഇപ്പോഴൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. ഈ ആരോഗ്യമുള്ള കാലത്ത് കുറച്ച് കാശൊക്കെ സേവ് ചെയ്ത് വെച്ച് പിള്ളേരുടെ ഒപ്പം കുറച്ച് ലോകം കാണുന്നതല്ലേ സന്തോഷം. അല്ലാതെ ഈ മാറ്റി വെച്ച് കുറച്ച് കളഞ്ഞ് നമുക്ക് വയ്യാണ്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റുമോ? അതും ശരിയാ. എന്നാ പിന്നെ ഞാൻ സോളിയുടെ ഫാമിലിയോടും വരുന്നുണ്ടോന്ന് ചോദിക്കട്ടെ. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അതിനെന്താ, ഞാനന്ന് ഒപ്പേറ ഹോളിഡേയ്സിന്റെ നമ്പറും ഡീറ്റെയിൽസും നിനക്ക് അയച്ചു തരാം. വേഗം തന്നെ അവരെ വിളിച്ച് ബുക്ക് ചെയ്തോളാൻ പറ. നവംബർ 22-നാണ് വിയറ്റ്നാമിലേക്കുള്ള പാക്കേജ് കേട്ടോ. അമ്മയും കുറച്ചുകൂടി അടുത്ത് തന്നെ. അങ്ങനെ തന്നെ അടുത്ത് നിന്നോ. അപ്പ മമ്മിയുടെ തോളത്തേക്ക് ആയിട്ടെ എടുത്തോ. വേഗം എടുക്ക്, നാട്ടുകാരൊക്കെ നോക്കുന്നു. ഇനി ഒന്ന് പപ്പയും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കേ. പിന്നെ അതൊന്നും പറ്റുമൊന്നുമില്ല. മതി. പാട്ടും കൂത്തൊക്കെ മതി. ഇനി കൊന്തയല്ല, എന്നാലേ അപകടമൊന്നും കൂടാണ്ട് വീട്ടിൽ തിരിച്ചെത്തത്തുള്ളൂ.